Dear students, now we can study Simpson's rule. This is also for used for numerical integration, and here the difference is that the partition must be even. മനസ്സിലായോ? അതായത് ഈ നമ്മൾ എല്ലാത്തിലും നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നേ, ഒരു ഫംഗ്ഷൻ എഫ് എക്സ് എ ബി എന്ന് പറഞ്ഞ ഇന്റർവെല്ലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ആ ഇന്റർവെൽ എ ബിയെ നമ്മൾ മുമ്പ് കണ്ട റീമാൻ സം ആയാലും ശരി, ട്രപ്പിസോയിഡൽ റൂൾ ആയാലും ശരി, എ ബിയെ നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താ വേണമെന്ന് വിചാരിച്ചാൽ പാർട്ടീഷൻ മസ്റ്റ് ബി എങ്ങനെ വേണം, ഈവൺ നമ്പർ വേണം സബ് ഇന്റർവെൽസ് ആക്കേണ്ടത്. അതാണ് ഇവിടെ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർമ്മിക്കാനുള്ളത്. ഈവൺ നമ്പർ ഓഫ് സബ് ഇന്റർവെൽസ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് കേസ്. മനസ്സിലായോ? അതെപ്പോഴും ഓർമ്മിക്കുക എല്ലാവരും. ഓക്കെ, പിന്നെ പിന്നെ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് വിചാരിച്ചാൽ h/3 ഇൻറ്റു y0 പ്ലസ് 4y1 പ്ലസ് 2y2 പ്ലസ് 4y3 ഇങ്ങനെ y0 പ്ലസ് പിന്നെ 4y1 തുടങ്ങി. നമ്മൾ 4y1 തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ y0 ആദ്യം എഴുതുക, ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് y0 ആദ്യം എഴുതുക, പിന്നെ 4y1 പ്ലസ് 2y2 പിന്നെ 4y3 പ്ലസ് 2y3 പ്ലസ് എക്സെട്ര പ്ലസ് 2yn മൈനസ് 1 പ്ലസ് 4yn മൈനസ് 1 പ്ലസ് ലാസ്റ്റിൽ yn. ഓക്കെ, ഇതാണ് നമ്മൾ where the y's are the values of f at the partition points x0 equal to a, x1 equal to a plus h, x2 equal to a plus 2h, etc. xn equal to a plus n minus 1 into h and xn equal to b. Okay, the number n must be even and h is b minus a by n. Okay, ഈ രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കാം. ഫൈനൽ ഫോർമുല ഇതാണ്, h/3. h എന്ന് വെച്ചാൽ b മൈനസ് a by n. ഓക്കെ, ഇന്റർവെൽ എ ബി. പിന്നെ y0 എന്ന് പറയുന്നത് എന്താണ്, എഫ് എക്സ് നോട്ട്, y1 എഫ് എക്സ് 1 അങ്ങനെ. പിന്നെ x1 എന്താണ്, x0 പ്ലസ് x0 ഈക്വൽ ടു അല്ല x1 ഈക്വൽ ടു x0 പ്ലസ് h. പിന്നെ ഇത് x2 ഈക്വൽ ടു x0 പകരം നമുക്ക് a എന്ന് എഴുതാമല്ലോ. x0 തന്നെ എ നല്ല x0 എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് a പ്ലസ് h, a പ്ലസ് 2h അങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ. xn ഈക്വൽ ടു ബി, അതായത് x0 ഈക്വൽ ടു എയും xn ഈക്വൽ ടു ബി അതിൻ്റെ പാർട്ടീഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്കത് പ്രോബ്ലം ചെയ്താൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും എങ്ങനെയാണ്. ഈ ഫോർമുല കാണാതെ പഠിക്കുക എല്ലാവരും കേട്ടോ. പിന്നെ അതിൽ ഒരു കാര്യം കൂടെ ഓർമ്മിച്ച് വെക്കേണ്ടത്, കൺട്രോളിങ് എറർ ഇൻ ദ സിംപ്സൺസ് റൂള്. അവിടെ എറർ എന്ന് വെച്ചാൽ പിന്നെ എറർ എസ്റ്റിമേറ്റ് എന്താ നോക്കാം നമുക്ക്. ഇവിടുത്തെ എറർ എസ്റ്റിമേറ്റ്, എറർ എങ്ങനെയാണ്, മോഡുലസ് ഓഫ് ഇ എസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ ബൈ 180 ഇൻറ്റു h റേസ് ടു 4 ഇൻറ്റു m4. ഇത് ഇത് പഠിച്ചു വെക്കുക കേട്ടോ. എന്താണ് എറർ എസ്റ്റിമേറ്റ് ഈസ് ഗിവൺ ബൈ മോഡുലസ് ഓഫ് ഇ എസ്. ഇതാണ് എറർ എസ്റ്റിമേറ്റ് ഈസ് ഗിവൺ ബൈ ബി മൈനസ് എ ബൈ 180. അതറിയാലോ, ബി അറിയാം, എ അറിയാം. എച്ച് എന്ന് വെച്ചാൽ എന്താണ്, ബി മൈനസ് എ ബൈ എൻ ആണ്. h റേസ് ടു 4 ഇൻറ്റു m4. m4 എന്ന് വെച്ചാൽ എന്താണ്, അപ്പർ ബൗണ്ട് ഓഫ് ദി അല്ലേ. m4 എന്ന് വെച്ചാൽ അപ്പർ ബൗണ്ട് ഫോർ ദി വാല്യൂസ് ഓഫ് f4. Values of f4 on closed interval AB. Upper bound of the values of f4
on the closed interval a. അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം, use the Simpson's rule with n equal to 4 to estimate integral 0 to 2 1 by 1 plus x dx. Compare the estimate with the exact value of the integral. Compare the estimate with the exact value of the integral. Also find an upper bound for the error, in the above approximation. ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻ്റഗ്രൽ അല്ലേ, അതായത് ഇൻ്റഗ്രൽ a to b f of x dx ആണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ആദ്യം തന്നെ എഴുതാം, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/1 + x ആണ്. എ എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ്, ബി എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് 0 to 2 അല്ലേ. എന്നിട്ട് n എന്ന് പറയുന്നത് എത്രയോ തന്നിട്ടുണ്ട്, സിംപ്സൺസ് റൂൾ വിത്ത് n equal to 4 എന്ന് തന്നിട്ടുണ്ട്. n equal to 4 ഈവൻ നമ്പർ തന്നെയാണ്, അപ്പോൾ നമുക്ക് പ്രയാസമില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എച്ച് കണ്ടുപിടിക്കുക. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ b - a/n ആണ് എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ബി എന്താണ് അവിടെ 2a0/n എന്ന് വെച്ചാൽ 4. ഇപ്പോൾ 2/4 എന്ന് വെച്ചാൽ 1/2 ആണ്. 1/2 എന്ന് വെച്ചാൽ 0.5 ആണ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ x0 = a ആണ് ആണല്ലോ. a എന്ന് പറയുന്നത് എന്താണ് 0. x1 എന്ന് വെച്ചാൽ എന്താ a + h, x0 + h ചെയ്യാം. x0 + h, x0 എന്താണ് 0 plus h 0.5, that is 0.5. x1 കിട്ടിക്കഴിഞ്ഞു. x2 എന്താണ് x1 + h കണ്ടുപിടിച്ചാൽ മതി. x1 + h എന്ന് വെച്ചാൽ 0.5 plus 0.5, that is 1. x3 is x2 + h, x2 + h ആണ് 1 plus 0.5, 1.5, and x4 is x3 + h ആണ് 1.5 plus 0.5 എന്ന് കിട്ടും. അപ്പോൾ 2 എന്ന് വരും. അപ്പോൾ അതായി കഴിഞ്ഞല്ലോ. ഇനി 0 to 2 വരെ ആയിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ കറസ്പോണ്ടിങ് y വാല്യൂസ് കണ്ടുപിടിക്കണം. y0 = fx0 എഴുതാം. അപ്പോൾ എന്താണ്, ദാറ്റ് ഈസ് f of x0 എന്താണ് 0, f of 0. y0 = f of 0 എന്ന്. f of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതിയിട്ടുണ്ട് 1/1 + x എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ f of 0 എന്താ 1/1 + 0, ദാറ്റ് ഈസ് 1. ഓക്കെ, y1 എന്ന് വെച്ചാൽ f of x1 എന്താണ് ഇവിടെ x1 f of 0.5 ആണ് വരിക. 1/1 + 0.5, ദാറ്റ് ഈസ് 1/1.5. 1.5 എന്ന് വെച്ചാൽ അറിയാം നമുക്ക് 3/2 ആണെന്ന്. അപ്പോൾ അതിൻ്റെ 2/3 ആൻസർ വരും. y2 എന്ന് വെച്ചാൽ എന്താ വരിക, y2 എന്ന് വെച്ചാൽ പിന്നെ f of x2, ദാറ്റ് ഈസ് f of 1. x2 1 ആണ്, ദാറ്റ് ഈസ് 1/1 + 1, ദാറ്റ് ഈസ് 1/2. ഇനി y3 is f of x3, that is f of x3 is 1.5, that is 1/1 + 1.5 1/2.5. 2.5 എന്ന് വെച്ചാൽ 5/2 ആണ്. 1/5/2 എന്ന് പറയുന്നത് എന്തായിരിക്കും, എന്തായി മാറും 2/5 ആയിട്ട് മാറും. y4 എന്ന് പറയുന്നത് f of x4 ആണ്, ദാറ്റ് ഈസ് f of x4 എന്ന് വെച്ചാൽ 2 ആണ്. 1/1 + x, xന് പകരം 2 കൊടുക്കുക, അപ്പോൾ 1/3 എന്ന് വരും. അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ y0, y1, y2. ഇനി നമുക്ക് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. therefore
നമുക്ക് വേണമെങ്കിൽ എഴുതാം എസ് ഈക്വൽ ടു ഈ എസ് ആണ് അതാണ് ആ ഏരിയ ആണ് എസ് എന്ന് പറയാം കേട്ടോ. എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ഇവിടെ 0 to 2 1/1 + x dx ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് വരിക h/3 ഇൻറ്റു y0 + 4y1 അല്ലേ y0 പ്ലസ് നമ്മൾ അങ്ങനെയല്ലേ ഫോർമുല തുടങ്ങാം 4y1 + 2y2 + 4y3 പ്ലസ് ലാസ്റ്റിൽ y4 ദാറ്റ് ഈസ് h/3. h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ b - a/n h ഈക്വൽ ടു b - a/n b എന്താണ് 2 - 0 ഡിവൈഡഡ് ബൈ n എന്ന് വെച്ചാൽ 4 അതായത് 2/4 എന്ന് വെച്ചാൽ 1/2 1/2/3 എന്ന് പറയുമ്പോൾ 1/6 ഇൻറ്റു y0 എന്ന് പറയുമ്പോൾ 1 4 ഇൻറ്റു y1 അല്ലേ ഇതാ y0 1 അല്ലേ ഓർമ്മയില്ലേ നിങ്ങൾക്ക് y0 1 y1 2/3 4 ഇൻറ്റു 2/3 പ്ലസ് 2 ഇൻറ്റു y2 1/2 പ്ലസ് 4 ഇൻറ്റു y3 ഈസ് 2/5 പ്ലസ് y4 ഈസ് 1/3 ഇതെല്ലാം കൂടെ ചെയ്യാം. അപ്പം എന്താ വരിക ആൻസർ 1/6 ഇൻറ്റു 33/5 എന്ന് വരും. അതായത് നമുക്ക് ആൻസർ 1.1 കിട്ടും ആൻസർ. അപ്പം നമുക്ക് ഈ രീതിയിൽ ചെയ്യുമ്പോൾ സിംപ്സൺസ് റൂൾ വെച്ച് ചെയ്യുമ്പോൾ ഇൻ്റഗ്രലിൻ്റെ ആൻസർ 1.1 വരും. ഇനി ആക്ച്വൽ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണം നമുക്ക്. അപ്പോൾ എക്സാക്റ്റ് ഇൻ്റഗ്രൽ ഈസ് ഇൻ്റഗ്രൽ 0 to 2 1/1 + x dx ചെയ്യാം. അതായത് 1/1 + x ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക log 1 + x എന്ന് വരും. ഫ്രം 0 to 2 കൊടുക്കുക. അപ്പം log 3 - log 1 വരും. log 1 0 ആണ്. അപ്പോൾ log 3 ആണ് ആൻസർ വരിക. log 3 എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ അത് 1.0986 ആണ്. ഓക്കെ, അപ്പോൾ ഏതാണ് കൂടുതൽ? ഇത് കുറച്ച് കൂടുതലാണ് അല്ലേ. നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ നമ്മുടെ അപ്രോക്സിമേഷൻ കുറച്ച് കൂടുതലാണ്. അപ്പോൾ എഴുതാം the approximation is a slight over estimate and error is approximately 0.0086. അതായത് 1.1 നിന്ന് ഇത് മൈനസ് ചെയ്യാം കേട്ടോ. അപ്പോൾ 0.0086 എന്ന് വരും. ഇനി അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് എറർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. എറർ എസ്റ്റിമേറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നമ്മൾ fx എഴുതുക. വീണ്ടും fx എഴുതുക 1/1 + x. f'(x) എഴുതുക. f4xൻ്റെ നോക്കണ്ടേ, അപ്പർ ലിമിറ്റ് നോക്കണ്ടേ, അതിന് f'(x) എഴുതുക. അപ്പോൾ എന്താ വരിക -1/1 + x (² എന്ന് വരും. f2'(x) എഴുതുക 2/1 + x (3). f3x എഴുതുക -6/1 + x (4). f4x എഴുതുക 24/1 + x (5) വരും. ഓക്കെ, ഇനി എഴുതുക m4 എഴുതുക. അതായത് f4ൻ്റെ അപ്പർ ബൗണ്ടാണ്. അപ്പർ ബൗണ്ട് ഓഫ് f4 മോഡുലസ് ഓഫ് f4 ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to. നോക്കൂ, ഇത് 0 ഇടുമ്പോൾ ഇവിടെ എന്താ വരിക 24 വരും f4ൻ്റെ വാല്യൂ. 1 ഇടുമ്പോൾ എന്താ വരിക 24/2² അല്ലേ 2/5 എന്ന് വരും. അപ്പം ഒക്കെ ചെറിയ നമ്പേഴ്സ് വരുള്ളൂ. അപ്പോൾ ഏറ്റവും മാക്സിമം വാല്യൂ എപ്പോഴാണ് വരിക 0 ഇടുമ്പോഴാണ് വരുന്നത് അല്ലേ. അപ്പോൾ 0 ഇടുമ്പോഴാണ് മാക്സിമം വാല്യൂ വരിക. ആ വാല്യൂ എന്ന് പറയുന്നത് 24/1 + 0 (5) ആയിരിക്കും. അതായത് 24 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എറർ എസ്റ്റിമേഷൻ എന്താണ് എറർ estimation
ഇൻ ദ സിംസൺസ് റൂൾ സിംസൺസ് റൂൾ ആയതുകൊണ്ടാണ് ഇ എസ് എന്ന് എഴുതിയിരിക്കുന്നത്. മറ്റേ ട്രപ്പിസോയിഡൽ റൂൾ ആയതുകൊണ്ട് ഇ ടി എന്ന് എഴുതി. ഓക്കെ, ദിസ് ഈസ് ഗിവൺ ബൈ വിച്ച് ഇസ് മോഡുലസ് ഓഫ് ഇ എസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ ബൈ 180 ഇൻറ്റു എച്ച് റേസ് ടു 4 ഇൻറ്റു എം 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മൈനസ് 0 ബൈ 180 ഇൻറ്റു എച്ച് എന്താണ് നമ്മൾ 0.5 എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, റേസ് ടു 4 ഇൻറ്റു 24. ഇത് ചെയ്യുമ്പോൾ നമ്മൾക്ക് 1/60 എന്ന് വരും, വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി 0.0167. അപ്പോൾ 0.0167. അപ്പോൾ പിന്നെ നമുക്ക് വേറൊരു കാര്യം അറിയാനുള്ളതെന്ന് വെച്ചാൽ വളരെ കുറവാണ് അല്ലേ, നമുക്ക് എറർ വളരെ കുറവാണ്, 0.01 ഒക്കെ ഉള്ളൂ അല്ലേ. ട്രപ്പിസോയിഡൽ റൂൾ വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാൾ എറർ വളരെ കുറവായിരിക്കും. ട്രപ്പിസോയിഡൽ റൂളിൽ നമുക്ക് 0.08 ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എപ്പോഴും 0.01 വളരെ കുറച്ച് എററേ വരുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് ട്രപ്പിസോയിഡൽ മെത്തേഡിനേക്കാൾ അപ്രോക്സിമേഷനേക്കാൾ നല്ലതാണ് സിംപ്സൺസ് അപ്രോക്സിമേഷൻ. ഓക്കെ, ശരി, എന്നാൽ ഇതും കൂടെ പഠിക്കൂ കേട്ടോ.